പ്രാർത്ഥിക്കാം. സർവേശ്വര മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തിലിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവം കുശുമനാമഖ്യാന ഉയർപ്പിടമേ പ്രാപിക്കാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എൻ്റെ ദൈവമേ, ഞാൻ നിന്നെ ആരാധിക്കുകയും എൻ്റെ മുഴു ഹൃദയത്തോടുകൂടി നിന്നെ ഞാൻ സ്നേഹിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ സൃഷ്ടിച്ചതിനും അവിടുത്തെ തിരുസഭയിലേക്ക് എന്നെ വിളിച്ചതിനും ഈ കഴിഞ്ഞ രാത്രി എന്നെ കാത്തുരക്ഷിച്ചതിനും അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ഈ ദിവസത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. അവയെല്ലാം അങ്ങേ തിരുവിഷ്ടം പോലെയും അങ്ങേക്ക് കൂടുതൽ മഹത്വത്തിനു വേണ്ടിയും ചെയ്യുന്നതിന് കൃപയരുളണമേ. അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ കൂടെയും ഉണ്ടായിരിക്കണമേ. ആമേൻ. ഇന്നത്തെ ദിവ്യബലിയിൽ ജോയലിൻ്റെ പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടിയും അനൂപ് ആന്റണിയുടെയും പ്രത്യേക നിയമങ്ങൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ 25ാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജോയി ബെസ്സിക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുന്നത് ബാംഗ്ലൂർ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യൽ ഫാദർ ജോയ്സ് തോണിക്കുഴിയിലാണ്. ഈ കഴിഞ്ഞ 6 വർഷം ബാംഗ്ലൂർ പ്രോവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന അദ്ദേഹം പല പ്രാവശ്യവും ഇവിടെ വരികയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദിവ്യബലി സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടിയാണ് അച്ഛൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ വർഷത്തോടുകൂടി അദ്ദേഹം ഈ പദവിയിൽ നിന്നും വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹം ചെയ്തു തന്ന എല്ലാ സേവനങ്ങൾക്കും നമുക്ക് ദൈവത്തോട് നന്ദി പറയുകയും ഈ ദിവ്യബലി സമർപ്പിക്കുന്നതിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ അദ്ദേഹത്തിന് ഹാർദവമായുള്ള സ്വാഗതവും നമ്മുടെ പ്രാർത്ഥനയും ആശംസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. എത്രയും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധൻ പറഞ്ഞ സ്വാഗത വാക്കുകൾക്കും പ്രാർത്ഥന വാഗ്ദാനങ്ങൾക്കും ആത്മാർത്ഥമായിട്ടും ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു വടുതല
വിശ്വാസ സമൂഹത്തോടുകൂടി ബലിയർപ്പിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു ശാക്തീകരണത്തിന് കാരണമായിരുന്നു. എന്തോ ഒരു പ്രത്യേക ഊർജം ലഭിക്കുന്നത് പോലെ. അതിനുള്ള കാരണം പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസ ജീവിതവും അതിൻ്റേതായിട്ടുള്ള പ്രത്യക്ഷവൽക്കരണവുമാണ്. ഞാനത് പലപ്പോഴും കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട് താനും. ഡോൺ ബോസ്കോയുടെ ചൈതന്യവും അരൂപിയും ഡോൺ ബോസ്കോയുടെ ആ ഒരു ജീവിതശൈലിയും ഒക്കെ വളരെയധികം നമ്മെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനിയും അപ്രകാരമൊക്കെ തന്നെ ആയിരിക്കും താനും. തീർച്ചയായിട്ടും ഈ സാന്നിധ്യത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതവും കുടുംബജീവിതവും ഒക്കെ വിശുദ്ധിയുടെ പാതയിലൂടെ കൊണ്ടുപോകാനായിട്ട് ഈ ഡോൺ ബോസ്കോയുടെ സാന്നിധ്യത്തിലൂടെ നല്ലവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും നയിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന് നേതൃത്വം കൊടുക്കുന്ന ശുഭോച്ചനെയും അച്ഛൻ്റെ കൂടെയുള്ള എല്ലാ അച്ഛന്മാരെയും ബ്രദർമാരെയും, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ ആ ഒരു പ്രത്യേകമായിട്ടുള്ള മുമ്പോട്ടുള്ള പോക്കിന് സാരഥ്യം വഹിക്കുന്ന എല്ലാവരെയും ഞാൻ നന്ദിയോടുകൂടി ഈ ദിവ്യബലി മധ്യേ ഓർക്കുകയാണ്. ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹം പ്രകടമാക്കുന്ന ദിവ്യയാഗം യഥായോഗ്യം അർപ്പിക്കുന്നതിന് നമ്മുടെ പാവങ്ങളെ പറ്റി പശ്ചാത്തപിക്കുകയും ദൈവത്തോടും സഹോദരനോടും മാപ്പപേക്ഷിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ വിശ്വാസികളുടെ മാനസങ്ങൾ ഉദ്ദീപിപ്പിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തിരുക്കർമ്മത്തിൻ്റെ ഫലം കൂടുതൽ തീക്ഷ്ണതയോടെ നിറവേറ്റിക്കൊണ്ട് അങ്ങേ കാരുണ്യത്തിൻ്റെ ഔഷധങ്ങൾ കൂടുതലായി അവർ അനുഭവിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ യോഹന്നാൻ സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് കണ്ടു. അവന് വലിയ അധികാരമുണ്ടായിരുന്നു. അവൻ്റെ തേജസ് കൊണ്ട് ഭൂമി പ്രകാശിച്ചു. അവൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, വീണു, മഹാബാബിലോൺ വീണു. അവൾ പിശാചുക്കളുടെ വാസസ്ഥലവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും അശുദ്ധവും ബീഭത്സവുമായ സകല പക്ഷികളുടെയും താവളവുമായി. അനന്തരം ശക്തനായൊരു ദൂതൻ വലിയ തീകല്ല് പോലുള്ള ഒരു കല്ലെടുത്ത് കടലിലേക്ക് എറിഞ്ഞിട്ട് പറഞ്ഞു, ബാബിലോൺ മഹാനഗരവും ഇതുപോലെ വലിച്ചെറിയപ്പെടും. ഇനി ഒരിക്കലും അവൾ കാണപ്പെടുകയില്ല. വീണവായനക്കാരുടെയും കുഴലൂതുന്നവരുടെയും കാഹളം വിളിക്കുന്നവരുടെയും ശബ്ദം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയില്ല.
കരകൗശല വിദഗ്ധരാരും നിന്നിൽ ഇനിമേൽ കാണപ്പെടുകയില്ല. തിരികല്ലിൻ്റെ സ്വരം നിന്നിൽ നിന്ന് ഉയരുകയില്ല. ഒരു ദീപവും ഇനിയൊരിക്കലും നിന്നിൽ പ്രകാശിക്കുകയില്ല. വധുവരന്മാരുടെ സ്വരം ഇനിയൊരിക്കലും നിന്നിൽ കേൾക്കുകയുമില്ല. നിന്റെ വ്യാപാരികൾ ഭൂമിയിലെ ഉന്നതന്മാരായിരുന്നു. നിന്റെ അഭിചാരം കൊണ്ട് സകല ജനതകളെയും നീ വഞ്ചിക്കുകയും ചെയ്തു. പ്രവാചകരുടെയും വിശുദ്ധരുടെയും ഭൂമിയിൽ വധിക്കപ്പെട്ട സകലരുടെയും രക്തം അവളിൽ കാണപ്പെട്ടു. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റേതുപോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു. ഹല്ലേലൂയ! രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റേതാണ്. അവിടുത്തെ വിധികൾ സത്യവും നീതിപൂർവവുമാണ്. വ്യഭിചാരം കൊണ്ട് ലോകത്തെ മലിനമാക്കിയ മഹാവേശ്യയെ അവിടുന്ന് വിധിച്ചു. അവളുടെ കൈകൊണ്ട് ചിന്തിയ അവിടുത്തെ ദാസരുടെ രക്തത്തിന് അവിടുന്ന് പ്രതികാരം ചെയ്തു. രണ്ടാമത് അവർ പറഞ്ഞു, ഹല്ലേലൂയ! അവളുടെ പുക എന്നേക്കും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ദൈവത്തിൻ്റെ വചനമാണ് നാം കേട്ടത്. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ഭൂമി മുഴുവൻ കർത്താവിൻ്റെ മുൻപിൽ ആനന്ദഗീതം തീർക്കട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ ശുശ്രൂഷ ചെയ്യുവിൻ. ഗാനാലാപത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കർത്താവ് ദൈവമാണെന്നറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അജഗണവുമാകുന്നു. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കൃതജ്ഞതാഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ട് അവിടുത്തെ അഗണത്തിൽ പ്രവേശിക്കുവിൻ. അവിടത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതവുമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കും. കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. നമുക്ക് ശിരസുയർത്തി നിൽക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ജെറൂസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ അതിന് നാശം അടുത്തിരിക്കുന്നുവെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പട്ടണത്തിലുള്ളവർ അവിടം വിട്ടു പോകട്ടെ. ഗ്രാമങ്ങളിലുള്ളവർ പട്ടണത്തിൽ പ്രവേശിക്കാതിരിക്കട്ടെ. കാരണം എഴുതപ്പെട്ടവയെല്ലാം പൂർത്തിയാകേണ്ട
പ്രതികാരത്തിൻ്റെ ദിവസങ്ങളാണവ. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. അന്ന് ഭൂമുഖത്ത് വലിയ ഞെരുക്കവും ഈ ജനത്തിൻ്റെ മേൽ വലിയ ക്രോധവും നിപതിക്കും. അവർ വാളിൻ്റെ വായ്ത്തലയേറ്റ് വീഴുകയും എല്ലാ ജനതകളിലേക്കും തടവുകാരായി കൊണ്ടുപോകപ്പെടുകയും ചെയ്യും. വിജാതീയരുടെ നാളുകൾ പൂർത്തിയാകുന്നതുവരെ അവർ ജെറൂസലേമിനെ ചവിട്ടിമെതിക്കും. സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടും. കടലിൻ്റെയും തിരമാലകളുടെയും ഇരമ്പിൽ ജനപദങ്ങളിൽ സംഭ്രമമുളവാക്കും. സംഭവിക്കുവാൻ പോകുന്നവയെ ഓർത്തുള്ള ഭയവും ആകുലതയും കൊണ്ട് ഭൂവാസികൾ അസ്തപ്രജ്ഞരാകും. ആകാശശക്തികൾ ഇളകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഇവ സംഭവിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ശിരസ്സുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പരാമർശിക്കുന്നത് പോലെ ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകും. നമ്മൾ ശിരസുയർത്തി നിൽക്കണം, കാരണം നമ്മുടെ വിമോചകൻ വരുന്നു. അപ്രകാരമുള്ള ആശ്വാസപ്രദമായിട്ടുള്ള ഒരു സന്ദേശം ഈശോ നൽകുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൻ്റെ ഇന്നത്തെ ആനുകാലിക അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും ഈ വായനയ്ക്ക് അതിൻ്റേതായിട്ടുള്ള വലിയൊരു പ്രസക്തിയുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിക്കാതെ ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന ഒരു ലോകമെമ്പാടും തന്നെ ഈ ദിവസങ്ങളിൽ മാസങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകളുണ്ടാകാവുന്ന ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളിൽ അസ്വസ്ഥത ഉളവാക്കും. ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ അസ്വസ്ഥത ജീവിതത്തിൽ തന്നെ ഒരു വഴിത്തിരിവായിട്ട് മാറാൻ ഇടയുണ്ട് താനും, യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ വിവേചനം, ആലോചന എന്ന പുണ്യത്തിന് വേണ്ടി താരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും തന്നെ അനുസാരം ജീവിക്കുവാൻ പഠിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആലോചന, വിവേചനം ജീവിതത്തിൽ നാം ഇന്ന് പ്രാവർത്തികമാക്കേണ്ടുന്ന, ജീവിതത്തിൽ നാം വ്യക്തിപരമായിട്ട് സ്വായത്തമാക്കേണ്ടുന്ന ഒരു പുണ്യമാണിത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിന് വളരെയധികം പ്രസക്തിയുണ്ട് താനും. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഞെരുക്കങ്ങളുണ്ടാകുമ്പോൾ ശിരസുയർത്തി നിൽക്കണം എന്ന് വരികിൽ അതിജീവനത്തിൻ്റെ ഭാഷ നമ്മൾ ഉപയോഗിക്കുവാനായിട്ട് പഠിക്കണം. ഏത് സാഹചര്യം ആണ് എന്ന് വരികിലും നാം എല്ലാവരും നമ്മെ സ്നേഹിക്കുന്ന നല്ലവനായ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹ കരവലയങ്ങളിലാണ് എന്ന ഒരു ഉറച്ച വിശ്വാസം തീർച്ചയായിട്ടും അതിജീവനത്തിൻ്റെ ഭാഷ ഉപയോഗിക്കുവാനും തദനുസാരമുള്ള ജീവിതക്രമം വളർത്തിയെടുക്കുവാനും നമ്മെ സഹായിക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. ഒരു ആരാധനാക്രമ മത്സരത്തിൻ്റെ അവസാന പാദത്തിലേക്ക് കടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടുതൽ ക്രിസ്തുകേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് ഞെരുക്കങ്ങൾ ഉണ്ടായാലും നാമൊക്കെ ഒരു സ്നേഹിക്കുന്ന പിതാവിൻ്റെ കരവലയങ്ങളിലാണ് ചിന്തിച്ചുകൊണ്ട് അത് വ്യക്തിപരമായിട്ടൊരു ബോധ്യമായി വളർത്തിയെടുത്തുകൊണ്ട് അതിജീവനത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് തുടർന്ന് ജീവിക്കുവാൻ നല്ലവനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ീ
പ്രിയ സഹോദരരെ, നാം നേതർപ്പിക്കുന്ന ഈ ബലിയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും നമ്മുടെ തിരുസഭയുടെ നന്മയ്ക്കുമായി അനുഗ്രഹമായി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങ് കൽപ്പിച്ചതനുസരിച്ച് അങ്ങേ നാമത്തിന് സമർപ്പിക്കപ്പെട്ട തിരുമുൽ കാഴ്ചകൾ സ്വീകരിക്കുന്നതിനും അവ വഴി അങ്ങേ സ്നേഹത്തിന് ഞങ്ങൾ അർഹരായി ഭവിക്കുന്നതിനും അങ്ങേ കൽപ്പനകൾ എപ്പോഴും പാലിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് മനുഷ്യനെ നന്മയാൽ സൃഷ്ടിക്കുകയും നീതിയാൽ ശിക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു. ക്രിസ്തുവിലൂടെ ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവ്വം നിലകൊള്ളുന്നു. ശാക്തികന്മാരും ധന്യരായ ഭക്തിജ്വാലകന്മാരും സ്വർഗസ്ഥരേവരും ആഹ്ലാദഭരിതരായി ഒന്ന് ചേർന്ന് അങ്ങയെ പാടി സ്തുതിക്കുന്നു. അവരുടെ ഗാനത്തോട് ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. മനുഷ്യരെ സ്നേഹിക്കുന്ന ദൈവമേ, അങ്ങ് യഥാർത്ഥത്തിൽ പരിശുദ്ധനും സുന്ദരനുമാകുന്നു. ജീവിതയാത്രയിൽ അങ്ങെന്നും അവരുടെ കൂടെയുണ്ട്. സത്യമായും അങ്ങേ അനുഗ്രഹീതനായ പുത്രൻ തൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണ്. ഒരിക്കൽ ശിഷ്യന്മാർക്കെന്ന പോലെ ഞങ്ങൾക്കും അവിടുന്ന് വിശുദ്ധ ലിഖിതങ്ങൾ തുറക്കുകയും അപ്പം മുറിക്കുകയും ചെയ്യുന്നു. ആകയാൽ പരമകാരുണികനായ പിതാവേ, ഈ കാഴ്ചവസ്തുക്കളായ അപ്പവും വീഞ്ഞും പൗത്രീകരിക്കുവാൻ അങ്ങേ പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ അവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് പീഡസഹിച്ചതിൻ്റെ തലേന്നാൾ അന്ത്യത്താഴ രാത്രിയിൽ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ ആ സായാഹ്നത്തിൽ അനുഗ്രഹത്തിൻ്റെ പാനപാത്രം കരങ്ങളിലെടുത്ത് അങ്ങേ കരുണ പ്രകീർത്തിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു,
എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങയുടെ മരണവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങയെ ഉറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ പരിശുദ്ധനായ പിതാവേ, അങ്ങേ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും വഴി അങ്ങ് ഉത്ഥാനത്തിന് മഹിമയിലേക്ക് ആനയിക്കുകയും അങ്ങേ വലതുഭാഗത്തിരുത്തുകയും ചെയ്ത അവിടുത്തെ അനുസ്മരിച്ച് അങ്ങേ സ്നേഹത്തിൻ്റെ പ്രവൃത്തി അവിടുന്ന് വരുന്നത് വരെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ജീവന്റെ അപ്പവും അനുഗ്രഹത്തിൻ്റെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ പെസഹാബലിയായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതും ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്നതുമായ അങ്ങേ സഭയുടെ ഈ യാഗദ്രവ്യം കരുണയോടെ കടാക്ഷിക്കണമേ. അങ്ങേ സ്നേഹാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങേ പുത്രൻ്റെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പോഴും നിത്യതയുടെ ദിനത്തിലും എണ്ണപ്പെടുവാൻ അങ്ങ് ഇടയാക്കണമേ. സർവശക്തനായ പിതാവേ, ഈ ദിവ്യരഹസ്യത്തിലുള്ള പങ്കാളിത്തം വഴി ആത്മാവിൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും അങ്ങേ പുത്രൻ്റെ സാദൃശ്യത്തിലേക്ക് അനുഭവപ്പെടുത്തുവാൻ കനിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തയോടും മറ്റു മെത്രാന്മാരോടും വൈദികന്മാരോടും ഡീക്കന്മാരോടും അങ്ങേ ജനത്തോടും ഞങ്ങളെ സംസർഗബന്ധത്തിൽ ഉറപ്പിക്കണമേ. എല്ലാ സഭാവിശ്വാസികളും കാലങ്ങളുടെ അടയാളം വിശ്വാസ പ്രകാശത്തെ പരിശോധിച്ച് സുവിശേഷ സേവനത്തിൽ നിരന്തരം തങ്ങളെ തന്നെ സമർപ്പിക്കുവാനുള്ള ശക്തി പ്രാപിക്കുവാൻ ഇടയാക്കണമേ. എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങളോട് കരുതലുള്ളവരായിരിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ. അങ്ങനെ അവരുടെ വേദനകളിലും വ്യഗ്രതകളിലും സന്തോഷത്തിലും പ്രതീക്ഷയിലും പങ്കുചേർന്ന് രക്ഷയുടെ സന്ദേശം വിശ്വസ്തതാപൂർവ്വം അവർക്ക് നൽകുകയും അങ്ങേ രാജ്യത്തിൻ്റെ പാതയിൽ അവരോടൊപ്പം ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമാറാകട്ടെ. അങ്ങേ ക്രിസ്തുവിൻ്റെ സമാധാനത്തിൽ നിത്യപ്രഴിച്ച ഞങ്ങളുടെ സഹോദരർ ബോബിൻ പനച്ചിക്കൽ, സോബിൻ പനച്ചിക്കൽ, ലൂയിസ് പുതുശ്ശേരി, പെണ്ണമ്മ ജോർജ്, മോൺസിഞ്ഞർ ഇമ്മാനുവൽ ലോപ്പസ്, ജോസ് തച്ചങ്കേരി, എൽസി പാലയിൽ, ജോൺസൺ പാലയിൽ, ബ്രൂണോ നൊറോണ, മേരി സെറിൽ, തോമസ് കളത്തിൽ, KS രാജൻ, മിൽട്ടൺ ഡിസൂസ, ഐറിൻ ഡിസൂസ, ജോണി ഗോമസ്, തത്തങ്കേരി കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവർ റെയ്മണ്ട്, മേരി, ഫെലീസിയ, ആന്റണി പെരേര, എൽസോബിയൂസ്, പ്രീസ കോര, ലോറൻസ് പ്രകാശ, ഫ്രാൻസിസ് പ്രകാശ, മേരി പ്രകാശ്, അഗസ്റ്റിൻ ഫെർണാണ്ടസ്, വിക്ടോറിയ ഫെർണാണ്ടസ്, ഫ്രാൻസിസ് ലോപ്പസ്, ജോൺ ലോപ്പസ്, ഫ്രീഡ ലോപ്പസ്, മാർട്ടിൻ കർട്ടിസ്, ക്ലാര ഫെർണാണ്ടസ്, പീറ്റർ ഫെർണാണ്ടസ്, റോബിൻ ഫെർട്ടാഡോ, റോസി ഫെർട്ടാഡോ, ഫ്രാൻസിസ് ഫെർട്ടാഡോ, വിൻസെന്റ് ലൂയിസ്, മരിയ ലൂയിസ്, ഫ്രാൻസിസ് ലൂയിസ്, സിവിൻ ഫെർട്ടാഡോ, ക്ലെമൻ ഫെർട്ടാഡോ, ടോണി ഫെർട്ടാഡോ, ഫാദർ ആന്റണി ഇൻഹേറോ, തോമസ്, ക്രിസ്റ്റീന, ഷെറിൻ മാനുവൽ, അതുപോലെ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെയും മൃതിയടഞ്ഞ സകലരെയും ഓർക്കണമേ. അവിടെ വിശ്വാസം അങ്ങേക്ക് മാത്രം അറിവുള്ളതാണല്ലോ. അവരെ അങ്ങേ മുഖദീപ്തി കണ്ട് ആനന്ദിക്കുവാൻ അനുവദിക്കുകയും ദാനത്തിൽ അവർക്ക് ജീവൻ പൂർണ്ണിമ നൽകുകയും ചെയ്യണമേ. ഈ ലോകത്തെ യഥാർത്ഥത്തിന് ശേഷം തിരുഭവനത്തിൽ എത്തിച്ചേരുവാൻ ഞങ്ങളെയും അനുവദിക്കണമേ. അവിടെ ഞങ്ങൾ അങ്ങയോടുകൂടി നിത്യമായി വസിക്കുകയും ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയത്തോടും അപ്പോസ്തലരോടും സാക്ഷികളോടും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഒന്ന് ചേർന്നുകൊണ്ട് അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നതിൽ ഞങ്ങളെയും പങ്കുചേർക്കണമേ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ.
രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാക്കുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പസ്വലന്മാരോട് രചിത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന തിരുകുഞ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന തിരുകുഞ്ഞാടി ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന തിരുകുഞ്ഞാടി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ട് വൈകിട്ട് 6:30 ദിവ്യബലി ഉണ്ടായിരിക്കുന്നതാണ്. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങയിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യമായ പങ്കാളിത്തത്താൽ ആനന്ദിക്കുവാൻ അങ്ങ് ഇടയാക്കിയ ഇവരെ അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപിരിയാൻ അനുവദിക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദിവ്യപൂജ സമാപിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദൈവത്തിന് നന്ദി.